ഹലോ കുട്ടീസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു സിമ്പിൾ ഫ്രോക്കാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക്, ഒത്തിരി സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഫ്രോക്ക് നിങ്ങളിൽ ഒരാൾക്കുള്ളതാണ്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ കുട്ടി ഉടുപ്പ് തയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊരു 1/2 മീറ്ററിനേക്കാൾ പൊടിക്ക് കൂടിയാലേ ഉള്ളൂ. എന്നാലും ഏകദേശം ഒരു 1/2 മീറ്ററൊക്കെ മതി നമുക്ക് ഇത് തയ്ക്കാനായിട്ട്. അപ്പോൾ ലൈനിങ് ആണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ലൈനിങ് ലെങ്ത്ത് വന്നിട്ട് ഒരു 9.5 വിഡ്ത്ത് വന്നിട്ട് ഒരു 15.5 ഞാൻ എടുക്കുന്നത്. ഒരു 6-7 മാസമുള്ള ബേബിക്കൊക്കെ ഈ ഒരു അളവ് മതിയാകും. പിന്നെ ഞാൻ മാക്സിമം കുറച്ച് കൂടുതലിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 പീസ് തുണിയുണ്ട്. ഇത് നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെക്കുകയാണ്. ഫ്രണ്ടും ബാക്കും ആണ് കേട്ടോ ഈ 2 പീസ് തുണി എടുത്തേക്കുന്നത്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ആയിട്ടാണ്. അപ്പോൾ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. ഇനി മടങ്ങിയ ഭാഗം നമ്മുടെ സൈഡും ഓപ്പോസിറ്റ്, ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഓപ്പോസിറ്റ് ആയിട്ടും ആണ് ക്ലോത്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് മെഷർമെൻറ്റിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് നെക്കാണ്. നെക്ക് 2.5 ആണ് എടുത്തേക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ടും 2.5 ആണ് എടുക്കുന്നത്. എന്നിട്ട് ആ 2 അളവുകളും ജോയിൻ ചെയ്തൊരു സ്ക്വയർ മാതിരി വരയ്ക്കുകയാണ്. അവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ റൗണ്ട് നെക്കായിരിക്കുമല്ലോ എപ്പോഴും ബേബികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ റൗണ്ട് നെക്കാണ് ഞാനും എടുക്കുന്നത്. ഒരു 2-2.5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു അളവുകളൊക്കെ കോമൺ ആണ്. പിന്നെ ലെങ്ത്തും വിഡ്ത്തും മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുത്തേണ്ടതായിട്ടുള്ളൂ. അടുത്തത് നമ്മൾ ഷോൾഡറിൻ്റെ അളവ് എടുക്കാം. ഷോൾഡറും 2.5 തന്നെയാണ് ഞാൻ മെഷർ ചെയ്യുന്നത്. പിന്നെ ആം ഹോൾ വന്നിട്ട് 4 ആണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ ഷോൾഡറിൽ നിന്ന് നേരെ ആം ഹോളിലേക്ക് നമ്മൾ അളവെടുത്തിട്ട് ഇതുപോലെ സ്ക്വയർ പോലെ വരച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്രോക്കിൻ്റെ വിഡ്ത്താണ്. നമ്മൾ ആദ്യം തന്നെ ക്ലോത്ത് എടുത്തപ്പോൾ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടി ഒന്ന് അളന്ന് നോക്കാം. 7.5 ഇഞ്ചാണ്. താഴത്തേക്ക് വരുമ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടി നീക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഷേപ്പാണ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. ശരിക്കും നമുക്ക് 6 മതി. തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ 7.5 എടുത്തേക്കുന്നത് കേട്ടോ. താഴത്തേക്ക് വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. ഇന്നത്തെ പരിപാടി ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി മെഷർമെൻ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യലാണ് ഇനിയുള്ളത്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി മെയിൻ ക്ലോത്തും ഈ ലൈനിങ്ങും അറ്റാച്ച് ചെയ്യുക. നമ്മൾ ഈ യോക്ക് ഭാഗത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ട് 9 ഇഞ്ചാണ് കേട്ടോ. നമ്മൾ ആദ്യമേ അളന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 7.5 മതി തയ്യൽത്തുമ്പും. പിന്നെ ഇത് കുറച്ച് കട്ട് ചെയ്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ 9 എടുത്തേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതേ മെയിൻ ക്ലോത്ത് അതേ വിഡ്ത്തിലും ലെങ്ത്തിലും എടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ താഴത്തേക്ക് നമ്മൾ ഗ്യാദേഴ്സ് ഇട്ടിങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന പീസാണ് ഞാൻ അളക്കാൻ പോകുന്നത്. ബാലൻസ് നമുക്കിത് ഇത്രയും തുണിയേ ഉള്ളൂ കേട്ടോ. ഇത് ഇത്രയും നീളത്തിനുള്ള 2 പീസ് തുണി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് മൊത്തത്തിൽ അങ്ങോട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാലൻസ് ഉണ്ട് എങ്കിൽ കുറച്ച് കൂടുതൽ പ്ലീറ്റ്സ് വന്നിട്ട് കുറച്ച് ബാലൻസ് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ അത് വെച്ചിട്ട് വള്ളി നോക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കെട്ടാനുള്ള. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 9.5 വിഡ്ത്ത് വന്നിട്ട് 40 ഇഞ്ചോളം ഉണ്ട് കേട്ടോ. പ്ലീറ്റ്സ് ഇട്ട് വരുമ്പോൾ 20 ഇഞ്ചോളം ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ലൈനിങ്ങിൻ്റെ അതേ വിഡ്ത്തിലും ലെങ്ത്തിലും 2 പീസ് തുണി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, നല്ല ക്ലോത്ത്. അതിലേക്ക് ഈ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കലാണ് ഇന്നത്തെ പരിപാടി. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരെണ്ണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അരികത്തൂടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. മേൽഭാഗത്ത് ചെയ്യണ്ട, 2 കൈയുടെ ആ ഷോൾഡറും നെക്കും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്ലീവ്ലെസ് ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് സ്ലീവിൻ്റെ ആ ഒരു ആം ഹോളും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മുടെ മെഷീൻ നൈസായിട്ട് പണി തന്നു. സ്റ്റിച്ച് സൂചിക്കാണ് എന്തോ പ്രശ്നം എന്ന് തോന്നുന്നു. ഇത് കുത്തി വലിച്ച് ഇങ്ങനെ വരികയാണ്. പിന്നെ ഇതിൻ്റെ അഴിച്ചുപണി, റിപ്പയറിങ് പണിയിലൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പിന്നെയും ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പറയാം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തയ്ക്കാൻ, നെക്ക് മാത്രമല്ല ആ ഒരു ആം ഹോളിൻ്റെ ഭാഗവും ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ക്യാമറ ജസ്റ്റ് ഒന്ന് മാറി. നമ്മുടെ ക്യാമറയും കൊണ്ട് വീണ ചേച്ചി പോയി. വീണ ചേച്ചി വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനലിൽ ലൈവ് പോകാറുണ്ട്. അങ്ങനെ ഫോൺ വീണ ചേച്ചി കൊണ്ടുപോയി. അപ്പോൾ വേറെ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ട്രൈപോഡും വീണ ചേച്ചി കൊണ്ടുപോയി. അത് കാരണം ഞാൻ എൻ്റെ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ചൊക്കെ ഉണ്ടാകില്ല കേട്ടോ. ഞാൻ സ്റ്റിച്ച്
സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ എക്സ്പ്ലനേഷൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതേ നമ്മളിങ്ങനെ അരി കടിച്ചു, എന്നിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അത് ആ നല്ല ക്ലോത്ത് കാണുന്ന ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തേക്കുന്നതിൽ ടച്ച് ചെയ്യാണ്ട് ആ ഒരു അരികൊക്കെ ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഈ ലൈനിങ്ങും ഇത് മറിച്ചിടുക ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇടയിൽ നല്ല എട്ടിൻ്റെ പണി കിട്ടി, മെഷീൻ പിന്നെയും കംപ്ലൈൻ്റ് ആയി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന കേസാണ് ഞാൻ പറഞ്ഞത്. സ്റ്റിച്ചിൽ നമ്മുടെ കത്രിക കൊള്ളരുത് കേട്ടോ. സ്റ്റിച്ചിൽ തൊടാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ഈ ഒരു ലൈനിങ് ഇങ്ങനെ മറച്ചിടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മറിഞ്ഞ് കിട്ടാനും നെക്കും ആം ഹോളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാട്ടോ അത് ഇതുപോലെ മറിച്ചിട്ടിട്ട് നല്ല ഫിനിഷ് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതാണ് അപ്പുറത്ത് ഇത് അങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡും ബാക്കും ഫ്രണ്ടുമാണ്. അപ്പോൾ ഒരു സൈഡ് ചെയ്തെടുത്തതാണ് ഇത്. മറ്റേ സൈഡ് ഇങ്ങനെ മറിച്ചിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഈ ലൈനിങ്ങിൻ്റെ ഈ ഭാഗത്തിൻ്റെ അടിയിലൂടെ താഴെ നല്ല ക്ലോത്തും മേളിൽ ലൈനിങ്ങും വരത്തക്ക രീതിയിൽ അതിൻ്റെ ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വരും. ഇതുപോലെ നമ്മൾ അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യേണ്ടത്. നമ്മുടെ ട്രൈപോഡും ക്യാമറയും ഫോൺ വീണ ചേച്ചി കൊണ്ടുപോയ കാരണം അവിടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത്. അപ്പോൾ ഇപ്പുറത്ത് ഇരുന്നിട്ട് ഞാൻ സ്റ്റിച്ചിങ് പരിപാടി ചെയ്യാണ്. അപ്പോൾ ഫോൺ പിടിച്ചിരുന്നത് നമ്മുടെ ദേവുട്ടിയാണ് കേട്ടോ. അതാണ് ഇത്രയും ഷേക്കിങ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അവൾ എങ്ങനെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികളല്ലേ, അവർക്ക് അങ്ങനെ അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദേവുട്ടി അവിടെ ഷേക്ക് ചെയ്തൊക്കെയാണ് പിടിക്കുന്നത്. അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വേറൊരു കുട്ടി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതുപോലെ ഷോൾഡർ അടിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. അതിന് ശേഷം ഈ ഒരു ലൈനിങ് മറിച്ചിടുവാണെങ്കിൽ നമ്മുടെ ഈ തയ്യൽ തുമ്പ് ഈ ക്ലോത്തിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് ലുക്കായിരിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാമെന്ന്. അതുപോലെ നമ്മൾ ഷോൾഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ലൈനിങ് ഇതുപോലെ മറിച്ചിട്ട് കഴിയുമ്പോൾ കണ്ടോ നല്ല ക്ലോത്തുകൾ മാത്രം ഇങ്ങനെ കാണും. ഷോൾഡർ ക്ലോസ് ആയിട്ടുണ്ട്. മേളിൽ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ തയ്യൽ തുമ്പും അകത്തും പുറത്തും കാണില്ല. കണ്ടോ, അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ഫിനിഷ് ചെയ്യുക. ഇനി നമ്മൾ ഇത് മടക്കിയിട്ട് സൈഡും അരികൊക്കെ ഒപ്പം വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന പോലെ തന്നെ രണ്ടായിട്ട് മടക്കി വെക്കുക കേട്ടോ. ക്യാമറ നല്ല ഷേക്കിംഗ് ആണ്, മനസ്സിലാകുന്നുണ്ടോ? ആവും. ഇനിയിപ്പോൾ സൈഡും അടിഭാഗവും ലെവൽ ചെയ്ത് കട്ട് ചെയ്യാൻ പോവാണ്. ലൈനിങ് അത്രയും കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സൈഡിൽ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് കയറ്റി അതുപോലെ കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്താലാണ് സൈഡ് ഇങ്ങനെ തൂങ്ങി പോരാണ്ടിരിക്കുകയുള്ളൂ. നല്ല ഇട്ട് കഴിയുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുകയുള്ളൂ. ഇനി താഴത്തേക്കുള്ള പ്ലീറ്റ്സ് ഇടുന്ന സംഭവമാണ്. പ്ലീറ്റ്സ് അല്ലോ, ഗ്യാദേഴ്സ് ഇട്ട് തയ്ക്കുന്ന സംഭവം. അതൊരു ലെങ്ത്ത് വന്നിട്ട് ഒരു 9.5 ഇഞ്ചാണ്. വിഡ്ത്ത് ഒരു 40 ഇഞ്ചോളം ഉണ്ട് കേട്ടോ ലെങ്ത്ത്. പക്ഷെ അത്രയൊന്നും ആവശ്യമില്ല. ഞാനപ്പോൾ ഇത് ഗ്യാദേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ട് എത്രത്തോളം വേണ്ടി വരും അത്രയും സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു സൈഡ് മടക്കി അടിക്കണം. അത് താഴത്തെ സൈഡാണ്, താഴത്തെ അടിഭാഗമാണ്. നമ്മൾ മടക്കി അടിക്കണം. അതിനുശേഷം ഒരു സൈഡ് ഗ്യാദേഴ്സ് ഇടാൻ പോവുകയാണ്. അങ്ങനെ നമ്മളത് വിദഗ്ധമായി ഗ്യാദേഴ്സ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചുമ്മാ വെച്ച് നോക്കുകയാണ്. വെച്ച് നോക്കിയപ്പോൾ അത് അത്രയും കൂടുതലുണ്ട് കേട്ടോ. ഇതിപ്പോൾ തുണി കുറവാണെങ്കിൽ ചെറിയ ഗ്യാദേഴ്സ് ഇടാം, തുണി കൂടുതലാണെങ്കിൽ വലിയ ഗ്യാദേഴ്സ് ഇടാം. ഞാനൊരു മീഡിയത്തിലിട്ടാണ് പിടിച്ചത്. കാരണം എനിക്ക് വള്ളി വെക്കാനായിട്ട് തുണി തികയാത്തത് കൊണ്ട്. അപ്പോൾ ഒരു മീഡിയം റേഞ്ച് വെച്ചിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അത് കുറച്ച് തുണി ബാക്കിയുണ്ട്. അപ്പോൾ അത് ജോയിൻറ്റ് ചെയ്തിട്ട് ഒരു വള്ളി സെറ്റാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാദേഴ്സ് എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു ഭാഗവും യോക്ക് പാർട്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കലാണ്. ഏകദേശം 1/4 പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു സൈഡ് ചെയ്തു. ഇനി മറ്റേ സൈഡും അതുപോലെ തന്നെ ഗ്യാദേഴ്സ് എടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്തത്. കാരണം നമുക്ക് വള്ളി വെക്കണ്ടേ. അപ്പോൾ മറ്റേ സൈഡും അതുപോലെ ഗ്യാദേഴ്സ് എടുക്കുക, അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് രണ്ടും അങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു വള്ളിയും സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കുട്ടിയുടുപ്പ് തയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് ഉണ്ടായില്ല. അത് കാരണം ഞാൻ ഇതുപോലത്തെ 2 പീസ്
രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ടാണ് വള്ളി ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഇത് ഇത്രയും നീളത്തിലുള്ള ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എൻ്റെ അരിക് രണ്ട് സൈഡൊന്ന് മടക്കിയിട്ട് പിന്നെ ഒരൊറ്റൊരു മടക്ക് രണ്ടാക്കി മടക്കിയിട്ട് അരികടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ കാണിച്ച പോലെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. രണ്ട് സൈഡും ഒന്ന് മടക്കിയിട്ട് അത് രണ്ടായിട്ട് മടക്കി എന്നിട്ട് ഇതേതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു വള്ളി കിട്ടും. ഇതിൻ്റെ അറ്റം ഓൾറെഡി മടങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. അരിക്ക് മടക്കി അടിക്കണമായിരുന്നു കേട്ടോ. ഇതിൻ്റെ രണ്ട് സൈഡിൻ്റെയും അങ്ങനെ മടങ്ങിയിരുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് അടിക്കുന്നത് കാണിക്കാത്തത്. പിന്നെ ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം സ്കിപ്പായി പോയിട്ടോ. ഞാൻ ഇതിൻ്റെ നല്ല വശവും ഇട്ടിട്ട് മേളിൽ നിന്ന് താഴത്തേക്ക് സൈഡ് അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡും. അതിൻ്റെ അരികത്ത് ജസ്റ്റ് ഒന്ന് വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഞാൻ അങ്ങനെ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ലോക്ക് മെഷീൻ ഇല്ല. അതുകൊണ്ട് നല്ല വശത്തിട്ടിട്ട് ഈ രണ്ട് സൈഡിൻ്റെയും അരിക് ഒരു പ്രാവശ്യം അടിക്കുക. എന്നിട്ട് വള്ളിയും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇത് മറിച്ചിടാം. ഇതിപ്പോൾ അകത്താണ് നല്ല വശം, പുറത്ത് ചീത്ത വശമാണ്. എന്നിട്ട് അരികടിക്കുമ്പോൾ നോക്കി ഇതിൻ്റെ അരിക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. തയ്യൽ തുമ്പൊന്നും അങ്ങനെ കാണില്ല കേട്ടോ. ഇങ്ങനെയാണ് ലോക്ക് മെഷീനൊന്നും ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. സൈഡൊക്കെ നല്ല പെർഫെക്ഷനിൽ കിട്ടും. അകംഭാഗവും നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്, പുറം ഭാഗവും നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ അകത്ത് സ്റ്റിച്ച് പോയേക്കുന്നത് കാണില്ല. ആ ഒരു ലോക്ക് ചെയ്യുന്ന ഭാഗം അതിൻ്റെ ഗ്യാപ്പിലേക്കായിട്ടുണ്ട്. നമ്മുടെ ഫ്രോക്കിൻ്റെ മുക്കാൽ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുക്കാൽ പണിയല്ല, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതുള്ളൂ. ഇനിയിപ്പോൾ ഓണക്കാലമൊക്കെ വരെയാണല്ലോ, നമ്മുടെ മക്കൾക്ക് സ്വന്തമായിട്ട് ഇതുപോലത്തെ കുട്ടി കുട്ടി ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.